Hello guys, welcome back to Infowealth. Information എപ്പോഴും ഒരു സമ്പാദ്യമാണ്. Myself സുർജിത്ത്. സോ ഇന്ന് നമ്മൾ ഒരു തന്തൂരി ചിക്കൻ വീട്ടിൽ തന്നെ നമ്മുടെ പാനിൽ, അതായത് നോർമൽ നോൺ സ്റ്റിക്ക് പാനിൽ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ അധികം താമസിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ ഒരു 1/2 കിലോ ചിക്കന് നല്ല ചോന കാശ്മീരി ചില്ലിപ്പടം ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ടിടുക. അതിനുശേഷം 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. അതിനുശേഷം നല്ല ചതച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. പിന്നെ എത്ര വേണോ അത്ര ഉപ്പും കൂടെ ഇടുക. ഒന്നെങ്കിൽ ലൈം അല്ലെങ്കിൽ വിനീഗർ 1 ടേബിൾ സ്പൂൺ ഇടുക. പിന്നെ നല്ലോണം കുഴയ്ക്കുക. മസാല ഒക്കെ നല്ലോണം മിക്സ് ആയതിനു ശേഷം അടുത്തത് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ സാധനം ഒരു 30 മിനിറ്റ് ഫ്രിഡ്ജിലായിട്ട് വെക്കുക. അങ്ങനെ അരമണിക്കൂറിന് ശേഷം നല്ല ചൂട് നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഒരു 7 ടേബിൾ സ്പൂൺ ഓയിലുണ്ട് വയ്ക്കുക. ഓയിൽ ഇങ്ങനെ തളിച്ചിട്ട് വരുമ്പോൾ ചിക്കൻ എടുത്തിട്ട് ഇങ്ങനെ നല്ല മെത്തുവായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. നല്ല സ്ലോലി വെച്ചു കൊടുക്കുക. ഫ്ലെയിമായിട്ട് ഹൈയിലിരുന്നോട്ടെ. എന്തെന്ന് വെച്ചാൽ ഈ ചിക്കനിന് ഇല്ല മസാല ഈ ഓയിലായിട്ട് പോകരുത്, അതായത് ഓയിൽ കലങ്ങി പോകരുത്. സോ ഫ്ലെയിം നല്ല ഹൈയിലിരുന്നോട്ടെ. അങ്ങനെ ഒരു 2 മിനിറ്റ് ആയിട്ട് നല്ല ഹൈ ടെമ്പറേച്ചറായിട്ട് ഇതായിട്ട് കടന്നിട്ട് വേവട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത സ്റ്റെപ്പ്. എന്താണ് ചെയ്യേണ്ടത്? ഈ ചിക്കന് ഒരു സൈഡ് നല്ല വെന്തുണ്ടാവും, അപ്പം ഒന്നായിട്ട് മറിച്ചിടുക. അത്രേ ഉള്ളൂ. നല്ലോണമായിട്ട് മറിച്ചിടുക, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ ആണെങ്കിൽ ഒന്ന് ഫ്ലെയിമിൽ ഒന്ന് കുറച്ചേക്കാം. ഒന്ന് നല്ലൊന്ന് ഒരു 7-8 മിനിറ്റ് ആയിട്ട് നല്ലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുമ്പോൾ മോനെ ചിക്കൻ്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് ഇങ്ങനെ വരും. ഈ ഡാർക്ക് റെഡും പിന്നെ ഈ ബ്ലാക്ക് കോമ്പിനേഷനിൽ തന്തൂരി ചിക്കൻ. സോ സംഭവം ഇത് റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ സംഭവം എടുത്തിട്ട് ഒരു പാത്രത്തിലായിട്ടാണ് തട്ട്. അതിനു മുമ്പ് ഓയിലിൽ നല്ലോണം ഒന്ന് ഡ്രൈ ആക്കണം. അതായത് കോരുമ്പോൾ നല്ലോണം ഒന്ന് ഡ്രൈ ആക്കിയിട്ട് കോരിയിട്ടാണ്ട് ഒരു പാത്രത്തിലോട്ടാണ്ട് ഇടാൻ പോവാണിത്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മളുടെ തന്തൂരി ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. ഇനി വേറൊരു സ്റ്റെപ്പ് ഉണ്ട്. എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്മോക്കി ഫ്ലേവർ ആവശ്യമുണ്ടെങ്കിൽ ഒരു ചാർക്കോളിൻ്റെ പീസ് എടുത്തിട്ട് നമ്മുടെ ഫ്ലെയിമിലൊന്ന് നല്ലോണമായിട്ട് ചൂടാക്കി കൊടുക്കുക. അതിനുശേഷം ഈ ബൗളിൽ ഒരു ചെറിയൊരു പാത്രമായിട്ട് വെച്ചിട്ട് അതിൽ ഈ നല്ല സ്മോക്ക് വരുന്ന ഈ ചാർക്കോലായിട്ട് ഇടുക. അതിനുശേഷം ഒരു 2-3 ഡ്രോപ്സ് നല്ല എണ്ണ ഇട്ട് വയ്ക്കുക. അപ്പോൾ വരും മോനെ ഒരു പോക്ക. അപ്പോൾ അടിച്ചാണ്ട് വയ്ക്കുക. ഒരു 15 സെക്കൻഡ് അടിച്ചു വെച്ചാൽ മതി. ഈ ചിക്കനിലൊക്കെ ഈ സ്മോക്കി ഫ്ലേവർ ആയിട്ട് വന്ന് പിടിക്കും. അപ്പോൾ അങ്ങനെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. സോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, എങ്ങനെ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. നല്ല വെന്ത് സൂപ്പറായിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക.